നമസ്കാരം. നമ്മുടെ കാശ്മീർ യാത്രയുടെ അവസാന വീഡിയോ ആണ് ഇത്. ഞങ്ങളിപ്പോൾ തിരുനെൽവേലിയിലാണുള്ളത്. നവയുഗ എക്സ്പ്രസിൽ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയതേ ഉള്ളൂ. ട്രെയിൻ 5.5 മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പാലരുവി എക്സ്പ്രസിന് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തന്നെ ഒരു പ്ലാനൊക്കെ റെഡിയാക്കി. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. മധുരയിൽ നിന്ന് പുനലൂരിലേക്ക് പോകുന്ന എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ കറന്റ് ബുക്കിംഗ് വഴി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സമ്പർക്രാന്തി എക്സ്പ്രസിനാണ് പോകുന്നത്. സമയം രാത്രി 12:50 ഈ സമയത്തെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ചയാണ്. ഇതുവഴി ഒരു പശുവൊക്കെ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഓട്ടോകളുണ്ട് ഈ സമയത്തും. ഇനി ട്രെയിൻ വരാൻ കറക്റ്റ് 1 മണിക്കൂർ കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും സ്റ്റേഷന്റെ അകത്ത് കയറി ഒരു ചായയൊക്കെ കുടിക്കാം. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ ഇവിടെയാണ്. അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, പുതുച്ചേരി കന്യാകുമാരി എക്സ്പ്രസ്. ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന നവയുഗ എക്സ്പ്രസ് ആണ് ഇവിടെ. ചായ അല്ല ഞങ്ങൾ കുടിക്കുന്നത്, ബദാം മിൽക്കാണ്. നല്ല ടേസ്റ്റ് ഇല്ലേ? കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് അണ്ടർസേർഡിൽ പോകേണ്ട യാത്രയേ ഇല്ലു. ഞങ്ങളുണ്ടല്ലോ കറണ്ട് ബുക്കിങ്ങിൽ സ്ലീപ്പർ എടുക്കാൻ കാരണം നമ്മളിപ്പോൾ ലോങ് യാത്ര കഴിഞ്ഞ് വരുവാണല്ലോ, 3 ദിവസമൊക്കെ ഈ ട്രെയിനിൽ തന്നെ കിടക്കുവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂറെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ യാത്ര മൊത്തം ശോകമായിരിക്കും. വണ്ടി എൺ 167229 മധുരൈ പുനലൂർ എക്സ്പ്രസ് വഴി നാഗർകോയിൽ ട്രിവാൻഡ്രം കൊല്ലം 1 மணி 55 நிமிடங்களுக்கு நடைமேடை 1 வந்து சேரும் என எதிர்பார்க்கப்படுகிறது. ട്രെയിൻ നമ്പർ 16729 കടന്നു വരികയാണ്. 1:38 ഇപ്പോൾ. ഇത് ഇവിടെ നേരത്തെയാണ്. ഇനി ഇവിടുന്ന് 2 മണിക്ക് ഇത് പുറപ്പെടുള്ളൂ. ഇവിടുന്ന് കയറാനൊക്കെ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ട്രെയിന് കൂടുതലും അൺറിസേർവ്ഡുകളാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S3 ആണ്. കയറിയ പാടുള്ള ആ ഭാഗത്ത് തന്നെയാണ്. ഒരു ലോവർ, അതായത് സൈഡ് ലോവറും ഒരു അപ്പർ ബർത്തും. 67ഉം 71. ഞങ്ങളെ ഇനി പെട്ടെന്ന് തന്നെ കോച്ചിലേക്ക് കയറുകയാണ്. അത്രയല്ലേ കിടന്നുറങ്ങാനായാലും ഉള്ളൂ. നമുക്കിനി നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 6:20 ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലെത്തി. ആകെ ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമാണ് ഉറങ്ങാൻ സമയം കിട്ടിയത്. ഈ ട്രെയിനിൽ ഞങ്ങൾ കറന്റ് ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് തിരുനെൽവേലിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ ഒരാൾക്ക് 150 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ ഇവിടുന്ന് പരശുറാം എടുത്തു പോയി 6:45 ശബരി എടുക്കും. ഈ ട്രെയിൻ ഇവിടുന്ന് എടുക്കുക 6:25. ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് ഭാഗത്തേക്ക് രാവിലെ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കന്യാകുമാരി മംഗളൂരു പരശുത എടുത്തിട്ട് പോയി. ഈ വണ്ടിയുടെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ അവസാന ഭാഗമാകുമ്പോഴത്തേക്കും കാണുമ്പോൾ മനസ്സിലായിക്കോളും. 6:27 ഇപ്പോൾ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇത് മംഗളൂരു തിരുവനന്തപുരം മാവേലി. ഇവിടെ ഇതാ ശബരി എക്സ്പ്രസ്. ഇത് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുന്ന് അതും പുറപ്പെടും. ഇപ്പോൾ രാവിലത്തെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയാണിത്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് പേട്ട. 6:38 ട്രെയിൻ ഇതാ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷന്റെ കോഡ് TVC എന്നാണ്. ഇവിടെ ഹിന്ദിയിൽ തിരുവനന്തപുരം ഉത്തർ എന്നൊക്കെ എഴുതിയത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് വരുന്ന റപ്തിസാഗർ എക്സ്പ്രസ് ആണ്. ഇത് ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. ഇനി ഇത് നാളെ, അതായത് നാളെ ചൊവ്വാഴ്ചയാണ്, രാവിലെ ഇവിടുന്ന് തിരിച്ചു പോകും. ആഴ്ചയിൽ 3 ദിവസം സർവീസുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതുവഴി ഇപ്പോൾ ശബരി എക്സ്പ്രസ് വരും. അതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. ശബരി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഇത് സെക്കന്ദരാബാദിലെത്തും. ഇപ്പോൾ ശബരിമല സീസൺ ആണല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ ട്രെയിൻ എപ്പോഴും നല്ലൊരു റഷ് തന്നെയാണ്. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും.
നമ്മളിന്ന് യാത്ര ചെയ്യുന്ന സമ്പർക്രാന്തി എക്സ്പ്രസിനെ പറ്റി പറയുമ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസമാണ് തിരുവനന്തപുരം നോർത്തുനിന്ന് പുറപ്പെടുക. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 9:10. ഈ ട്രെയിനിൽ ഞങ്ങൾ കറന്റ് ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്ലീപ്പർ ക്ലാസ്സിലാണ്. 8 മണിക്കൂർ മുന്നേ ഒന്നല്ല ഇതിന്റെ ചാർട്ട് പ്രിപ്പയർഡ് ആയത്. ഇന്ന് രാവിലെ പോകേണ്ട വണ്ടിയാണല്ലോ. അതായത് ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഇതിന്റെ ചാർട്ട് പ്രിപ്പയർഡ് ആയത്. ആ സമയത്ത് തന്നെ ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 100 ബെർത്തുകൾക്ക് മുകളിൽ അവൈലബിൾ ഉണ്ടായിരുന്നു. നല്ല ബെർത്ത് നോക്കി ബുക്ക് ചെയ്തില്ലേ അല്ലേ? അതെ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ഡൽഹിയിലേക്കും അതുപോലെ തന്നെ പഞ്ചാബിലേക്കും പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ് ഇത്. പ്ലാറ്റ്ഫോം 6 ഭാഗത്തെ ഒരു പുറത്തെ കാഴ്ച ഇതാണ്. ഇവിടെ 2 ബസ്സുകളുണ്ട്. ഇത് AC-യും ഇത് നോൺ AC-യും. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട്. മാംഗ്ലൂർ തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ. അപ്പം അതിന് വരുന്ന ആൾക്കാരെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള ബസ്സാണ്. ഇവിടെ ഇപ്പോഴും നിലവിൽ കൊച്ചുവേലി എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സമയം 7:15 ഉള്ളൂ. ഇത് അവിടെ ആ യാർഡ് കിടക്കുന്ന വണ്ടിയില്ലേ, അത് തന്നെയാണ് സമ്പർക്രാന്തി. അത് ഇനിയിപ്പം 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഷണ്ടിങ് ചെയ്ത് വരും. വണ്ടി ഇപ്പോൾ യാർഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങ് പോയി അവിടുന്ന് റിവേഴ്സ് ചെയ്ത് വരും. ഇവിടെ 6ലേക്ക് മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ എക്സ്പ്രസ് കടന്നു വരികയാണ്. ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. മുഴുവനും അൺറിസർവ്ഡ് കോച്ചുകളാണ്. സ്ലീപ്പർ ക്ലാസ് ഒന്നുമില്ല. ആഴ്ചയിൽ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉള്ള വണ്ടിയാണ്. ഒരു നൈറ്റ് ട്രെയിനാണിത്. പിന്നെ ഇതിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ത്യോദയ ടിക്കറ്റ് എന്ന് തന്നെ പറയണം. കാരണം ഓരോരോ കാറ്റഗറി ഉണ്ട് ട്രെയിൻ ടിക്കറ്റിനൊക്കെ. 7:42 ഇപ്പോഴാണ് പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി വരുന്നത്. ട്രെയിൻ നമ്പർ 122-17 കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. അതുപോലെ തന്നെ 6 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 4 തേർഡ് AC, 3 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S1. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. ഇത് HA1. സമ്പർക്രാന്തി നോർത്തേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൽ പാൻട്രി കോച്ച് ഉണ്ട്. ഈ സ്ലീപ്പർ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കോച്ച്, അതായത് ഈ ടൈപ്പ് വിൻഡോ ആണ്. ഇനി നമുക്ക് ഏത് ടൈപ്പ് വിൻഡോ ആണെന്ന് കണ്ടു തന്നെ അറിയണം. S3 വരെ ഇതുപോലെയുള്ള കോച്ചുകളാണ്. S2-ഉം S1 ഇതാ ഈ ഒരു ടൈപ്പാണ്. ഞങ്ങൾക്കിത് ഇഷ്ടേ അല്ല. എന്ത് ചെയ്യാം, വീണ്ടും കിട്ടി. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഹിമസാഗർ എക്സ്പ്രസ്സിന് പോകുന്ന സമയത്തും ഈ ഒരു ടൈപ്പ് വിൻഡോ ആയിരുന്നു കിട്ടിയത്. അവിടെ നിന്ന് തിരിച്ച് തിരുനെൽവേലിയിലേക്ക് നവീക എക്സ്പ്രസ്സിന് വരുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഇപ്പം ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇതാ S1. ഇത് 2017 നിർമ്മിച്ച കോച്ചാണ്. ഡോറിന് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങളുടെ ബെർത്തുള്ളത് ഈ 80 ഇവിടെയാണ്. ഈ സൈഡിൽ ഓറും സൈഡ് അപ്പുറമാണ്. കോച്ചിലെ വാഷ് ഏരിയൻ്റെ ഇവിടെയും ടോയ്ലറ്റൊക്കെ ഇപ്പം നല്ല വൃത്തിയാണ്. ഇവിടുന്ന് ഇപ്പം ക്ലീനൊക്കെ ആക്കി വന്നതല്ലേ ഉള്ളൂ. ഇതാ ഈ 79-ഉം 80-ഉം സൈഡിൽ ഓറും സൈഡ് അപ്പുറമാണ് ഞങ്ങൾ എടുത്തത്. ഈ കോച്ചിൻ്റെ അകത്ത് ആദ്യം തന്നെ കയറിയത് ഞങ്ങൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു മിററുണ്ട്. ചാർജിങ് പോയിന്റുകളൊക്കെ ഇവിടെയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതാ ഇവിടെയാണ് അതിൻ്റെ പോയിന്റുകളൊക്കെ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറന്റ് ബുക്കിംഗ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇവിടുന്ന് കണ്ണൂർ വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. ചാർട്ട് പ്രിപ്പയർഡ് ആയ ശേഷമാണല്ലോ ടിക്കറ്റ് എടുത്തത് നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും അവൈലബിൾ ഒക്കെ ഉണ്ടോന്ന്. ആ സമയത്ത് മൊത്തം വെയിറ്റ് ലിസ്റ്റ് ആണ് ഉണ്ടായത്. ഇപ്പോൾ 8:10. ഇനി ട്രെയിൻ പുറപ്പെടാൻ 1 മണിക്കൂർ കൂടി ഉണ്ട്. ഈ അൺറിസർവ്ഡ് കോച്ചിലത്തെ ഈ സമയത്തെ തിരക്കൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇവിടെ നിന്ന് ആരും തന്നെ ഇല്ല. അതിന് മെയിൻ റീസൺ എന്താ പറയുക, ഈ ട്രെയിന് തിരക്ക് വരണമെങ്കിൽ മിനിമം എറണാകുളം വരെയെങ്കിലും എത്തണം. അതിനുശേഷം പിന്നെ കോഴിക്കോട് ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല ആൾക്കാർ എന്തായാലും കയറുള്ളൂ. നല്ല വൃത്തിയുള്ള ലോക്കോ തന്നെയാണ് ഇന്ന് എന്തായാലും. ഈ റോഡിന്റെ WP7 ആണ്. അങ്ങ് ചണ്ഡീഗഡ് വരെ ഇത് തന്നെയാണ്. ഇപ്പോൾ 8:30. ഇനി ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. 9:10 എടുക്കേണ്ട ട്രെയിൻ 10 മിനിറ്റ് ഡിലേ ആയി 9:20 എടുത്തത്.
തിരുവനന്തപുരത്തിനും ചണ്ഡീഗഡിനും ഇടയിൽ ഈ ട്രെയിനാകെ 24 സ്റ്റോപ്പുകളാണുള്ളത്. 48 മണിക്കൂറും 40 മിനിറ്റുമാണ് ആകെ എടുക്കുന്നത്. തിരുവനന്തപുരം നോർത്ത് ഈ ട്രെയിൻ 10 മിനിറ്റ് ഡിലേ ആവാനുള്ള കാരണം എന്താ അറിയോ? 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മൈസൂരു തിരുവനന്തപുരം എക്സ്പ്രസ് വരികയുണ്ടായി. അതിനു വേണ്ടി ഇത് 10 മിനിറ്റ് ഡിലേ ആക്കി. ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റേഷന്റെ നവീകരണം നടക്കുകയാണ്. സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള വലിയ വളവ്. പാർക്കിംഗ് ആണ്. കൊല്ലത്തും നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റേഷന്റെ പുതിയ അപ്ഡേറ്റ്. കൊല്ലൊക്കെ നല്ല കിടില റെയിൽവേ സ്റ്റേഷൻ ആവുകയാണ്. കൊല്ലത്ത് ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ വലിയൊരു വളവ് കണ്ടില്ലേ? ആ സമയത്ത് എതിർദിശയിൽ നിന്ന് ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് പേര് നടന്നു വരുന്ന കണ്ടില്ലേ? അതൊക്കെ എത്ര അപകടമാണല്ലേ. നിങ്ങളൊക്കെ ഇതിലൂടെ നടക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പുറകിൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പോലും അറിയില്ല ആ ഒരു ഫോൺ വിളിച്ച് നടക്കുന്ന സമയത്ത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തേ. ഈ റെയിൽവേ സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. അത് കാണുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ ഇവിടെ മറ്റൊരു ട്രെയിനെ കൂടെ കാണാം, കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. ഇത് ഇപ്പോൾ ഡിസംബർ 1st വീക്കാണ് LHP കിട്ടിയത്. അതിന് മുന്നേ ഉൾക്കൃഷ്ട കോച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ട്രെയിൻ ഇവിടുന്ന് വിടുന്ന സമയം ഉച്ചക്ക് 12 മണിയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. ഇപ്പം നല്ല സമയത്താണിത് പുറപ്പെടുന്നത്. ഇതാണ് ആ ഒരു ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം. കാരണം പുനലൂർ ഭാഗത്തേക്ക്, അതായത് ഈ ഒരു മധുരൈ ഭാഗത്തേക്ക് 12 മണിക്ക് 2 വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുവായൂർ മധുരൈ വണ്ടിയും അതേ സമയത്ത് തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ കരുനാഗപ്പള്ളി കഴിഞ്ഞു. ഇപ്പം 110-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KSR ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്. ഇതിൽ ഒരുപാട് മാലയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതുണ്ട്, അയ്യപ്പ ഭക്തന്മാരുണ്ടാകാം. ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ കായംകുളം ജംഗ്ഷനിലെത്തിയ ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ ടോട്ടലി 3088 കിലോമീറ്ററാണ് ഓടുന്നത്. 10-ൽ കൂടുതൽ സ്റ്റേറ്റ് വഴി ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്,
രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, പിന്നെ ഹരിയാന, പഞ്ചാബ്, ഫൈനലി ചണ്ഡീഗഡ് വരുന്നുണ്ട്. ചണ്ഡീഗഡ് പറഞ്ഞാൽ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ കൂടിയാണ്. ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ എന്തായാലും കിട്ടും. അതായത് ഒരു 2 മാസത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. നേരത്തെ തന്നെ നിങ്ങളൊരു സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചോ. അതാകുമ്പോൾ കൺഫേം ആയിട്ടുള്ള ഒരു ബെർത്ത് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൽ ദീർഘമായ, അതായത് ഫുൾ ജേണിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലഡാക്ക് യാത്ര പോയ സമയത്ത് തിരിച്ച് ചണ്ഡീഗഡ് നാട്ടിലേക്ക് നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നത് ഈ എന്ന് പറയുക ഈ ഒരു ട്രെയിനിലാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ പോവുക ആലപ്പുഴ വഴിയാണ്. കായംകുളം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് കോട്ടയം വഴി മറ്റൊരു ലൈൻ കൂടിയുണ്ട്. ഗുരുവായൂർ മധുരൈ വണ്ടി ഇപ്പം ഇവിടെ വരും. പതിനൊന്ന് 37 ട്രെയിൻ ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയാണ്. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഗുജറാത്തിലെ ജാംനഗറിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഇത് സിംഗിൾ ലൈനാണ്, അതുകൊണ്ടാണ്. ഈ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പറ്റിയ നല്ലൊരു ട്രെയിനുകളിൽ ഒന്നാണിത്. അതായത് കേരളത്തിൽ നമുക്ക് ഗുജറാത്തിലേക്ക് പോകാനും നല്ലൊരു ബെസ്റ്റ് ട്രെയിൻ തന്നെയാണ്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, രാജ്കോട്ട്, ജാംനഗർ തുടങ്ങിയ നഗരങ്ങളെ വഴിയൊക്കെ ഈ ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ തിരുനെൽവേലിയിലെത്തും. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര വന്നിട്ടുണ്ട്. അതായത് ജാംനഗറിൽ നിന്ന് തിരുനെൽവേലി വരെ. LHB ആവുന്നതിന് മുന്നേ ഉള്ള ആലപ്പുഴ MGR ചെന്നൈ എക്സ്പ്രസിന്റെ ഒരു കാഴ്ചയാണ്. എല്ലാ വണ്ടി ഇപ്പം LHB ആവുകയാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷൻ. അടുത്ത സ്റ്റോപ്പായ എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തത്. സൊമാറ്റോ വഴിയാണ് ഓർഡർ ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലോ ഈ ട്രെയിനിലത്തെ പാൻട്രി ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്തായാലും പൊതിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ ബെർത്തിൽ തന്നെ എന്തായാലും കൊണ്ടുവന്ന് തരും. ഇവിടെ അടുത്തൊരു പാലത്തിന്റെ വർക്ക് കാണാം. ഈ കായൽ കടന്ന് നമ്മൾ എത്തുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. അതിലൂടെ മറ്റൊരു പാലം കൂടെ കാണാം. ഇവിടെ ഇതാ ഒരു കൂട്ടം താറാവുകൾ അവിടെ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ ഒരു ചൂട് സമയത്ത് നല്ല രസമല്ലേ ഇതിലോ കൂടെയൊക്കെ നീന്തി കളിക്കാൻ. കുമ്പളം നമ്മുടെ ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വന്ദേ ഭാരത് അവിടെ കുറേ നേരം ഉണ്ടായിരുന്നു, നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത്രയും സ്ലോ ആണ്. വന്ദേ ഭാരതുകൾ പോകാൻ വേണ്ടിയിട്ട് മറ്റ് ട്രെയിനുകളിൽ മാത്രമല്ല പിടിച്ചിടുക. മറ്റ് ട്രെയിനുകൾ പോകാൻ വേണ്ടി വന്ദേ ഭാരതും
പിടിച്ചിടും. രാവിലെ 6:25 മംഗളൂരു സെൻട്രലിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഇതും ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ ഏത് ട്രെയിനാണ് ആദ്യം സിഗ്നലിൽ കിട്ടുക നമുക്ക് നോക്കാം. ഇതിന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് റിട്ടേൺ വരും. തീർന്നിട്ടില്ല, ഒരു വണ്ടി കൂടെ വരാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയത് ബിഫോർ ടൈമിനാണ്. എറണാകുളം ജംഗ്ഷനിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള എക്സിക്യൂട്ടീവ് ഇപ്പം ഇതുവഴി കടന്നു വരും. ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഇതാ കടന്നു വരികയാണ്. വിജയവാഡേൻ്റെ WP7 ആണ് ലോക്കോമോട്ടീവ്. ഇത് തന്നെയാണ് വഞ്ചിനാട് എക്സ്പ്രസ് ആയിട്ടും പോകുന്നത്, അതുപോലെ തന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആയിട്ടും പോകുന്നത്. ബ്രേക്ക് ഷെയറിംഗ് ഉണ്ട്. 12:54 ട്രെയിൻ ഇപ്പോൾ ഇത് എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് അണ്ടർസൈഡിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കണ്ട. നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഭക്ഷണം ഇവിടുന്ന് കിട്ടും. വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോറിൻ്റെ അടുത്തേക്ക് വരുമോയെന്ന്. വരാമെന്ന് പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും തിരക്കാണോ നോക്കിയേ. എൻ്റെ പൊന്നെ, സൊമാറ്റോ വഴി ഇതാ നമ്മൾ ബുക്ക് ചെയ്ത ഭക്ഷണം കിട്ടി. കയറിക്കോ. ഇന്ന് വൈകുന്നേരം പൂനെയിലേക്ക് പോകാനുള്ള പൂർണ്ണ എക്സ്പ്രസിൻ്റെ MT റേക്കാണിത്. അതുപോലെ തന്നെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് ഉണ്ട്. 1:25 അത് ഇവിടുന്ന് പുറപ്പെടുക. എൻ്റെ പുറകെ തന്നെ നേത്രാവതി ഉണ്ട്. സമ്പർക്രാന്തിൻ്റെ അണ്ടർസൈഡിൽ നല്ല തിരക്കാണിപ്പോൾ. ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ഈ കാർഡ് ഇവിടെ ഇല്ലെങ്കിൽ നല്ല കാശൊക്കെ കിട്ടിയാലേ ഒരുപാട് ബസ്സുകളൊക്കെ കാണാമല്ലോ. ട്രെയിനിപ്പോൾ ആലുവ സ്കിപ്പ് ചെയ്യുകയാണ്. നേത്രാവതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ മംഗളക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ പുറകെ തന്നെ മംഗളയാണ് വരുന്നത്. ആലുവ പുഴ, അതായത് പെരിയാർ. ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത്. ഞങ്ങൾ വാങ്ങിച്ച പൊതിച്ചോറ് ഇതാണ്. നമുക്ക് ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് നോക്കാം. പിന്നെ ഇത് സാമ്പാറാണ്. ഒരു മീൻ ഫ്രൈ ഉണ്ട്, ഒരു ഓംലെറ്റ് ഉണ്ട്, പിന്നെ ഒരു തോരനുണ്ട്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് ഒരു അച്ചാറൊക്കെ ആയിരിക്കും. എല്ലാ ഇലയിലാണ് കേട്ടോ, അതാണ് ഇഷ്ടപ്പെട്ടത്. യെസ്, ഇതൊരു മാങ്ങ അച്ചാറ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ വേറൊന്ന്. എന്തായാലും നല്ല ഭക്ഷണമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയട്ടാ. ഇതൊരു ചമ്മന്തിയാണ്. സാമ്പാറിലൊക്കെ കുഴച്ചിട. അതിൻ്റെ കൂടെ തന്നെ മീൻ.
ഭക്ഷണം കഴിച്ചേ. അതിനുശേഷം നവീൻ്റെ ചെറിയൊരു ഉച്ചമയക്കം. ഇന്നലെ അധികം ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ, അത് തന്നെയാണ് മെയിൻ റീസൺ. 2:13 ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഇതെത്തി. വടക്കാഞ്ചേരി കഴിഞ്ഞു ഷൊർണൂരേക്ക് പോകുന്ന വഴിക്കാണ് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. നല്ല ഭംഗിയാണ് ഈ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച. ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റിയും ഉണ്ട്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിതാ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് പാലക്കാട് ഡിവിഷനിലേക്ക് കയറുകയാണ്. ഇതാ വെൽക്കം ബോർഡ്. അപ്പോൾ ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് പാലക്കാട് ഡിവിഷനാണ്. ഭാരതപ്പുഴ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇൻ്റർസിറ്റിയെ കാണാം. പക്ഷെ വേണാട് ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. എന്നാൽ അവിടെയൊക്കെ മണൽ കാണാം. വെള്ളം കുറവാണിപ്പോൾ. ഇവിടെ എന്തൊക്കെയോ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഉള്ളത് കാണാം. അതേ ഇൻ്റർസിറ്റി അങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കാണാൻ പറ്റും. പിന്നല്ല, സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇത് അവിടെ നിന്നു. അത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് ഇതാ കയറിയിരിക്കുകയാണ്. ഇത് നേരെ ഒറ്റപ്പാലം പാലക്കാട്. ഇതവിടെ വെയിറ്റിങ്ങിലാണ്. ഇതിപ്പോൾ സൂപ്പർ ഫാസ്റ്റ് അല്ലല്ലോ, വെറും എക്സ്പ്രസ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ കേരള എക്സ്പ്രസ്സും ഉണ്ട്. അതാണ് 3 ട്രെയിനുകൾ ഒരേപോലെ പോകും. ഒരു ചളി പിടിച്ച ലോക്കോമോട്ടീവ്. ഒന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ വണ്ടികളെ കാണാം. കാരണം ഇവിടുത്തെ ഒരു മരങ്ങളൊക്കെ വെട്ടി മാറ്റിയതുകൊണ്ട് ഇത് ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക്, അതായത് പാലക്കാട് ഇങ്ങോട്ട് വരുന്ന ഒരു ലൈനാണ്. ട്രെയിനിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 3:05 ഷൊർണൂരിൽ എത്തേണ്ടത്. 2:54 നേരത്തെ എത്തിയ വണ്ടി. 7 വണ്ടി വരുന്നത്. പ്ലാറ്റ്ഫോമുകളെല്ലാം എം ടി ആണ്. ആകെ ഇവിടെ മാത്രമേ ഇപ്പോൾ വണ്ടിയുള്ളൂ. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി വരാനുണ്ട്. ഇവിടുന്ന് ഏകദേശം വണ്ടി എടുക്കേണ്ട സമയമായി. 3:50 ട്രെയിൻ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. തിരൂരിൽ നിന്നൊക്കെ ആൾക്കാർ കയറാനുണ്ട്. രാജധാനി എക്സ്പ്രസ്. ഇന്നലെ രാവിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് പുറപ്പെട്ട വണ്ടിയാണ്. ഇന്ന് രാത്രി തന്നെ തിരുവനന്തപുരം എത്തും. രാജധാനിക്ക് തിരൂരിൽ സ്റ്റോപ്പില്ല. തിരൂരിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ.
അടിമുടി മാറി ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇവിടെയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. ട്രെയിൻ ഇപ്പോൾ കോഴിക്കോടൊക്കെ തന്നെ 2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരിലേക്ക് പോകുന്ന പരശുരാം എക്സ്പ്രസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് 5 മണിക്ക് മാത്രമേ പുറപ്പെടുള്ളൂ. നമ്മൾ രാവിലെ 6:15 ആ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടതാണല്ലോ. അതുപോലെ തന്നെ അതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ അത് വൈകിട്ട് 3:35 എത്തുന്നത്. ഒരു 10 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 10 കിലോമീറ്റർ പോയി ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ട്. അതായത് ഒരു 3:50 കൂടിയാണ് കോഴിക്കോട് ആ വണ്ടി എത്തേണ്ടത്. ഇന്നിപ്പോൾ മുമ്പിൽ എത്തിയിട്ടുണ്ട്, ഒരു 4:10 കൂടി എത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ അറിയോ, 1 മണിക്കൂറിന്റെ മേലെയാണ് കോഴിക്കോട് വണ്ടി എടുക്കുന്നത്. അത് ഇവിടുത്തെ കാര്യം. ഈ തിരുവനന്തപുരത്ത് നിന്ന് ആ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി പുറപ്പെട്ടത്. അതെ, 6:15 തിരുവനന്തപുരം സെന്ററിൽ നിന്ന് പരശുറാം പുറപ്പെട്ടത്. 9:10 പുറപ്പെട്ടത്. അതെ, സെയിം അടുത്തടുത്ത് എത്തി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ആ വണ്ടിനെ ഓവർടേക്ക് ചെയ്യും. ആ വണ്ടിയിലൊക്കെ പോകുന്നവർ സമ്മതിക്കണം. ഞങ്ങൾ ആ വണ്ടിയിൽ പോയ സമയത്തെ കോഴിക്കോട് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയി വന്നതാണ്. കേരളത്തിലാകെ 3 വന്ദേ ഭാരതുകളാണ് ഉള്ളത്. 2 ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ. 3ാമത്തെ വന്ദേ ഭാരതാണിത്. കാസർഗോഡ് തിരുവനന്തപുരം ഉച്ചതിരിഞ്ഞ് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. രാത്രി ഒരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോൾ ഇത് തിരുവനന്തപുരം സെൻട്രലിലെത്തും. കല്ലായി സ്റ്റേഷൻ. കേരളത്തിൽ ഇപ്പം നിലവിൽ 3 വന്ദേ ഭാരതുകളാണുള്ളത്. ആ 3ഉം ഇതേ ലിവറി തന്നെയാണ്. 2 20 കാറും 1 8 കാറും. അതായത് ബംഗളൂരു വന്ദേ ഭാരത്. ശരിക്കും ബംഗളൂരു വന്ദേ ഭാരത് കേരളത്തിൻ്റെ വണ്ടിയല്ല. അത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ വണ്ടിയാണത്. ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ എത്തുകയാണ്. നാല് 42 ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇത്രയും തിരക്ക്. ഇവിടെ ഇതാ 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ പരശുറാം എക്സ്പ്രസ്. ഇതിനെ നമുക്ക് ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുന്നത് കാണാം. കോഴിക്കോട് നിന്ന് അൺറിസർവ്ഡിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇനിയിപ്പോൾ ഈ കയറുന്നവർക്ക് സീറ്റൊന്നും കിട്ടില്ല. 4:50 കോഴിക്കോട് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. പരശു അവിടെ ഉണ്ട്. ശരിക്കും ഈ പരശു ഇങ്ങനെ ഇവിടെ ഒരുപാട് നേരം നിർത്തിയിടാൻ കാരണം എന്താ അറിയോ, ഇവിടെ ഈ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ഇവിടെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതേ സമയത്ത് തന്നെ മറ്റൊരു ട്രെയിൻ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഒഴിവാക്കാമായിരുന്നു. പരശു നേരത്തെ തന്നെ കയറി പോയേനെ. വേറൊരു പുതിയ ട്രെയിൻ വന്ന ആ ഒരു കാര്യത്തിലൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നിട്ട് ഒരുപാട് ദൂരത്ത് നിന്ന് ഓടി വരുന്ന ട്രെയിനില്ലേ, തിരുവനന്തപുരത്ത് തന്നെ കയറിയ ആൾക്കാർ എത്ര നേരം ഇവിടെ വെറുതെ കിടക്കണം. ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ. ഇവിടെ ഈ സമയത്ത് നല്ല തിരക്കാണ്. മിഠായി തെരുവ്. അവിടെ ഒരു ട്രെയിൻ വെയിറ്റിങ്ങിലാണ്. ഈ വണ്ടി പൂനെ ജംഗ്ഷൻ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്ന സൂപ്പർ ഫാസ്റ്റാണ്. ഇതിന്ന് 2 മണിക്കൂറാണ് ഡിലേ. അല്ലെങ്കിൽ ഇത് രാജധാനീൻ്റെ മുന്നിലൂടെ പോകേണ്ട വണ്ടിയാണ്. ഇനി
പൂർണ്ണ എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയായത്. നൈറ്റ് ഇത് എറണാകുളം ജംഗ്ഷനിലെത്തും. തിരുവനന്തപുരത്ത് നിന്നും 481 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പോൾ ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 5:54 കണ്ണൂർ. ഇപ്പം ഇവിടെ നിന്നൊക്കെ കയറാൻ നല്ല തിരക്കുണ്ട്. ഈ ട്രെയിന് മറ്റ് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഹസ്രത്ത് നിസാമുദ്ദീനാണ്. 458 കിലോമീറ്റർ ആണ് നോൺ സ്റ്റോപ്പ്. ഇനിയിപ്പം ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ്. മറ്റന്നാൾ രാവിലെ 6:10 ആകുമ്പം ഡൽഹിയിലെത്തും. ചണ്ഡീഗഡിലെത്തുക 9:50 ആകുമ്പോഴാണ്. അപ്പം മഡ്ഗാവിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു കിടിലം വണ്ടിയാണ്. ഇപ്പോഴും അൺറിസർവ്ഡിൽ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഞങ്ങൾ നേരെ നീലേശ്വരത്തേക്ക് പോവുകയാണ്. നേരെ കാസർഗോഡേക്ക് ഈ ട്രെയിനിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ കൂടുതലാവും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ തന്നെ തൊട്ട് പുറകിൽ തന്നെ പരശുറാം വരുന്നുണ്ടല്ലോ. കോഴിക്കോട് വിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് IRCTC കയറിയിട്ട് കറണ്ട് ബുക്കിംഗ് ഉണ്ടോ നോക്കി. കറണ്ട് ബുക്കിംഗ് ഉണ്ട്. ഏകദേശം 1080ഓളം സീറ്റുകളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ യാത്രയിലൊക്കെ 3 ട്രെയിനുകൾ അല്ലേ? കറണ്ട് ബുക്കിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നീലേശ്വരത്തേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് സെക്കൻഡ് സീറ്റിംഗിൽ 50 രൂപയാണ്. ഈ പരശുറാമ കഴിഞ്ഞതിന്റെ തൊട്ട് പുറകെ മംഗളയും കൂടി ഉണ്ട്. 6:34 ഇപ്പോൾ പരശു വന്നു. ഇനി 1 മണിക്കൂർ യാത്ര. D1 ആണ് നമ്മുടെ കോച്ച്. പരശുവിലത്തെ സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ്. ഇതേ കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തു. ഇനി ഈ ട്രെയിൻ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. 7:32 ട്രെയിൻ ഇപ്പോൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ ഹോം സ്റ്റേഷൻ. ഇപ്പോൾ 7:32 ആയല്ലോ. 7:40 ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ബസ് ഉള്ളത്. 8 മിനിറ്റും കൂടെ ഉള്ളൂ. സ്റ്റേഷൻ്റെ പുറകു ഭാഗം വഴി ഇനിയിപ്പോൾ നടന്നു പോയിട്ട് പെട്ടെന്ന് തന്നെ ബസ് കയറാം. ട്രെയിൻ ഇറങ്ങി ഇനി നേരെ റോഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ 4 മിനിറ്റും കൂടെ ബസ് വരാനുള്ളൂ. 7:40 നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ നാട്ടിലേക്ക് എടുക്കുന്ന വണ്ടിയാണ്. സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂല. അതെ, അതുകൊണ്ട് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന ഒരു വഴി ഉണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ തന്നെയാണത്. 8:40 ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതാ ബസ് എത്തി. അത് രാവിലെ മംഗളൂരുവിലേക്ക് വന്ന ബസ്സാണ്. ഇതിന് നേരെ എളേരിത്തട്ട് കോളേജിൽ വെക്കുന്ന ബസ്സാണ്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ടേ പോകാൻ. ഈ സമയം കൊണ്ട് പിന്നെ ഓട്ടോ ഒന്നുമില്ല, നടന്നിട്ട് തന്നെ പോവാം. ഏകദേശം നടന്നെത്താനായി. ഇനി ഒരു 250 മീറ്ററും കൂടെ ഉള്ളൂ. തിരുനെൽവേലിയിൽ നിന്ന് തുടങ്ങിയ ഒരു 1.5 യാത്ര ഇപ്പോൾ ഇതാ വീട്ടിൽ തിരിച്ചെത്തി. നമ്മുടെ കാശ്മീരി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പോകുന്നത് നേരെ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഭാഗത്തേക്കാണ്. നമ്മൾ ഇതുവരെ പോകാത്ത കുറച്ച് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കയറാത്ത കുറച്ച് ട്രെയിനിലേക്കാണ് ഇനി കയറാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഒച്ചക്കൊക്കെ കുറച്ച് മാറ്റം വന്നു. കാരണം മഴ, തണുപ്പ്, വെയില് ഇതൊക്കെ മൊത്തം മിക്സ് ആയതാണല്ലോ. അപ്പോൾ 2-3 ദിവസം എടുക്കും ഇതൊക്കെ ക്ലിയർ ആയി വരാൻ. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.